നോക്കണേ, ഇത് സിന്ധു സിസ്റ്ററിൻ്റെ ക്രിസ്മസ് ആയിട്ടുള്ള ഗിഫ്റ്റാണ്. പിന്നെ ഇൻചാർജ് അൻസി അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിന് കൊടുത്തതാണ്. കണ്ടോ, ഇത് ഒരു ക്രിസ്മസ് കേക്ക്, വിൻഫ്രീ സോളാർ പവർ. ഇതെന്താണ്? പ്ലം സർപ്രൈസ് കേക്ക്. പിന്നെ സിന്ധു സിസ്റ്റർ എന്തോ, ഓ മൈ ഗോഡ്, കണ്ടോ മീൻ. പിന്നെ ഏത് മീനാണെന്നറിയത്തില്ല. മീൻ മുളക് പുരട്ടി റെഡിയാക്കി കുട്ടപ്പനാക്കി തന്നിട്ടുണ്ട്. നോക്കിയേ, ഓ അടിപൊളി. പിന്നെ വീണ്ടും എന്തൊക്കെയോ ഉണ്ട്, നോക്കാം നമുക്ക്. അടുത്തൊരു പാത്രമാണ്, ഇത് ചോട്ട് പാത്രം. ഇത് എന്താണെന്ന് നോക്കട്ടെ. ഓ മൈ ഗോഡ്, നോക്കി, ഇത് കണ്ടോ, ഇതാണ് ബീഫ്. സൂപ്പർ ബീഫാണ്, അടിപൊളിയാണ്. പിന്നെ നോക്കിയാൽ എന്തോ കപ്പയാണെന്ന് തോന്നുന്നു, നോക്കട്ടെ. ഓ മൈ ഗുഡ്നസ്, കപ്പ. ഇത് പുഴുങ്ങിയതാണോ? അതെ, പുഴുങ്ങിയ. നോക്കി, അടിപൊളി. എന്നാ സ്മെല്ലാണെന്ന് നോക്കി. ഇതല്ല മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് പുഴുങ്ങിയ കപ്പ, അടിപൊളി. ഇനിയും എന്തുകൊണ്ടല്ലോ, നോക്കട്ടെ എന്താണെന്ന്. ഇതെടുത്ത് നോക്കിയാൽ ഇത് നോക്കിയാൽ എന്നെ വല്ല കാര്യമായിട്ടാണ് എന്നെ വിളിച്ചത്. എന്നെ വിളിച്ചിട്ട് എവിടെയാണെന്ന് ചോദിച്ചു, എന്നിട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഓ ചുമന്നുള്ള മീൻകറി, അടിപൊളി. ഇതൊക്കെ കൂട്ടിയിട്ട് ടേസ്റ്റൊക്കെ പറയണമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും അൽഹംദുലില്ലാ, ഈ ക്രിസ്മസിന് എനിക്ക് ആദ്യമായിട്ടാണ് ഒരാൾ ക്രിസ്മസിന് ഇത്രയും വലിയൊരു ഗിഫ്റ്റ് സമ്മാനം തരുന്നത്. എന്തായാലും സിന്ധു സിസ്റ്ററിന് വലിയ നന്ദി ഹൃദയത്തിൻ്റെ അകത്ത് നിന്നും. അപ്പോൾ സിന്ധു സിസ്റ്റർ 1, 2, 3, 4 ഐറ്റവും ഒരു പിന്നെ ക്രിസ്മസ് കേക്കും. എന്തായാലും ഇത് ഇത്രയും തരണമെന്നുണ്ടെങ്കിൽ സിന്ധു സിസ്റ്റർ ഞാനുമായിട്ടുള്ള അടുപ്പമല്ല ഇത് കാണിക്കുന്നത്, സിന്ധു സിസ്റ്ററിന് മറ്റാരുമായിട്ടുള്ള അടുപ്പം. അതായത് എൻ്റെ ഭാര്യ അൻസിയെ എന്തുമാത്രം സിന്ധു സിസ്റ്റർ വിലമതിക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഒരു ബിഗ് ഷോപ്പർ നിറയെ ഇത്രയും സാധനങ്ങൾ സിന്ധു സിസ്റ്റർ കൊടുത്ത് വിട്ടത്. എന്തായാലും നല്ലൊരു ക്രിസ്മസ് ഗിഫ്റ്റായിരുന്നു. താങ്ക് യു സിന്ധു സിസ്റ്റർ.